കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ തങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ വിപ്ലവം നടത്തിയെന്ന് കാഹളം ഊതുന്നവർക്ക് ഇതാ ജെൻസി തലമുറയിൽപ്പെട്ട ഒരു മലയാളി പെൺകുട്ടി നൽകിയ മാസ് മറുപടി. അത് സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇൻസ്റ്റാഗ്രാം ഫിൽട്ടറുകളിട്ട് വ്യാജ സങ്കടം അഭിനയിക്കുന്ന ഇടത് ആക്ടിവിസ്റ്റുകളുടെയും സൈബർ പോരാളികളുടെയും മുഖം മൂടിയാണ് 2 മിനിറ്റ് കൊണ്ട് ഈ പെൺകുട്ടി വലിച്ചു കയറിയത്. തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠികളെയും സുഹൃത്തുക്കളെയും ഓർത്ത് നാണക്കേട് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടി വീഡിയോ ആരംഭിക്കുന്നത്. ജന്തർ മന്ദറിലെ നാടകങ്ങൾക്കും പാറ്റ സമരത്തിനും ആവേശം കൊണ്ടവർ ജാർഖണ്ഡിലും സ്വന്തം നാടായ കേരളത്തിലും വിദ്യാർത്ഥികൾ നേരിടുന്ന കടുത്ത അനീതികൾക്ക് മുന്നിൽ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ജാർഖണ്ഡിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിലെ കൃത്രിമത്വത്തിനും ചോർച്ചയ്ക്കുമെതിരെ വിദ്യാർത്ഥികൾ സമരം ചെയ്ത് ഒടുവിൽ 14ാമത് JPSC പരീക്ഷ റദ്ദാക്കാൻ സർക്കാർ നിർബന്ധിതരായി. ആ സമരം 2 ആഴ്ച പിന്നിട്ടിട്ടും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒരു സ്റ്റോറി പോലും വന്നില്ലല്ലോ എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത്. അവിടെയും തീർന്നില്ല. സ്വന്തം സംസ്ഥാനമായ കേരളത്തിൽ PSC റാങ്ക് ഹോൾഡർമാർ അനുഭവിക്കുന്ന ദുരവസ്ഥയേക്കാൾ വലിയ അനീതി എവിടെയാണുള്ളത്? LP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മണ്ണ് നിന്നും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും സമരം ചെയ്ത ആ ഉദ്യോഗാർത്ഥികളുടെ സങ്കടം കാണാൻ എന്തുകൊണ്ട് ഈ പാറ്റ പോരാളികൾക്ക് കണ്ണു കാണുന്നില്ല? കാരണം ലളിതമാണ്. ജാർഖണ്ഡിലും കേരളത്തിലും ഭരിക്കുന്നത് കേന്ദ്രവിരുദ്ധ പാർട്ടികളാണ്. അവിടങ്ങളിലെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ വിപ്ലവ രാഷ്ട്രീയം പൊളിഞ്ഞു വീഴും. സെലക്ടീവ് ഔട്ട്റേജ് എന്നാൽ ആക്ടിവിസം അല്ല, അതൊരു ഫിൽട്ടർ വെച്ച കപടതയാണ് എന്ന ഈ വിദ്യാർത്ഥിനിയുടെ വാക്കുകൾ ഇസ്ലാമോ ലെഫ്റ്റ് സങ്കേതങ്ങളുടെ നെഞ്ചത്തേറ്റ വെടിയുണ്ടയാണ്. സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾക്കനുസരിച്ചും കാണാൻ ഭംഗിയുള്ള ഹാഷ്ടാഗുകൾക്കനുസരിച്ചും പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നവർക്ക് ഈ പെൺകുട്ടിയുടെ വാക്കുകൾ ദഹിച്ചെന്ന് വരില്ല. യഥാർത്ഥ വിദ്യാർത്ഥി താല്പര്യമല്ല, മറിച്ച് കേവലം രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് തിരിച്ചറിയുന്ന ജെൻസിയും ഇവിടെ ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ച് വാങ്ങിയത് തങ്ങളുടെ വലിയ നേട്ടമാണെന്ന് പറഞ്ഞ് പടക്കം പൊട്ടിക്കുന്ന കമ്മികളും കൊങ്ങികളും ഈ പെൺകുട്ടി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറാകുമോ? പുതിയ തലമുറ മുഴുവൻ തങ്ങളുടെ പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നാലെ പോകുമെന്ന് കരുതിയ ഇടത് ബുദ്ധിജീവികൾക്ക് കിട്ടിയ ഒരു കനത്ത പ്രഹരം കൂടിയാണത്. സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയുന്ന ഇരട്ടത്താപ്പുകളെ തുറന്നു തീർക്കുന്ന ഇത്തരം വിദ്യാർത്ഥികളിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. വാർത്തകൾ റീൽസുകളിലൂടെ മാത്രം കണ്ട് വോട്ട് മറിച്ച് ഭരണം പിടിക്കാമെന്ന് ഒരുത്തരും വ്യാമോഹിക്കേണ്ട. നിങ്ങൾ പറയാറില്ലേ ജെൻസി സ്മാർട്ടാണ്, അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായി അറിയാമെന്ന്. അതെ, ജെൻസി സ്മാർട്ടാണ്, അവർക്ക് കാര്യങ്ങൾ നന്നായി അറിയാം. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന 4Gയും അംബാനിയുടെ ജിയോയും പിന്നെ ജെമിനിയും ഒക്കെ ഉള്ളത് കൊണ്ട് 2014 മുൻപ് സ്വർഗമായിരുന്നു എന്ന് പറയുന്നവന്റെ ഒക്കെ പാർട്ടി ഇവിടെ ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അവരും അന്വേഷിച്ച് വായിക്കുന്നുണ്ടെന്നേ. ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും AI ഒക്കെ BJPക്ക് മാത്രം ഇട്ടുകൊള്ളുന്ന വാളാണെന്ന് വിചാരിച്ചോ? ഇരുതല മൂർച്ചയുള്ള വാളാണ്. നിങ്ങളുടെയൊക്കെ കാപ്പട്യം അവർ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ക്യാമറ.